ഭാര്യയെ കൊന്ന് കുക്കറിലിട്ട് വേവിച്ച് ഭർത്താവ്. മനുഷ്യചിന്തകൾ എത്ര ക്രൂരമാണല്ലേ. ചിന്തകൾക്കൊപ്പം പ്രവൃത്തികളിലും കൂടി അത് വ്യാപിക്കുമ്പോൾ മനുഷ്യത്വമില്ലാത്ത കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഭാര്യയെ കൊന്ന് കുക്കറിലിട്ട് വേവിച്ച് ഉലക്ക കൊണ്ട് എല്ല് വേർപ്പെടുത്തി പുഴയിൽ ഒഴുക്കിയത് മുൻ സൈനികൻ കൂടിയായ ഗുരുമൂർത്തിയാണ്. ഹൈദരാബാദ് കാഞ്ചൻബാഗിലെ DRDO കേന്ദ്രത്തിലെ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരനാണ് ഗുരുമൂർത്തി. ദയ ലെവലേശമില്ല എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. 13 വർഷത്തെ ദാമ്പത്യം, സ്വന്തം ഭാര്യയാണ്, കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എന്ന പരിഗണന പോലും ഇല്ലാതെയാണ് മാധവിയെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം കുക്കറിലിട്ട് വേവിച്ചത്. ആദ്യം മാധവിയെ അടിച്ചു കൊന്നു. പിടിക്കപ്പെടാതിരിക്കാൻ മൃതദേഹം പല കഷ്ണങ്ങളാക്കി മുറിച്ചു. 3 ദിവസമെടുത്ത് കുക്കറിലിട്ട് വേവിച്ച് എല്ലും മാംസവും വേർപെടുത്തി. തുടർന്ന് കായലിൽ തള്ളി. ഭാര്യ വാക്കുതർക്കത്തെ തുടർന്ന് വീട് വിട്ടു പോയെന്നായിരുന്നു ഗുരുമൂർത്തിയുടെ വാദം. സംശയം തോന്നി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊടും ക്രൂരതയുടെ കഥ പുറത്തറിയുന്നത്. ശരീരഭാഗങ്ങൾ വേവിച്ച ശേഷം എല്ലും മാംസവും വേർപെടുത്തിയെന്നും എല്ലുകൾ ഉലക്ക കൊണ്ട് ഇടിച്ചു പൊടിച്ച് വേർപെടുത്തി കായലിൽ തള്ളിയെന്നുമായിരുന്നു ഇയാളുടെ മൊഴി. ഇവർക്കിടയിൽ പതിവായി കലഹങ്ങളും വഴക്കുമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ജനുവരി 18-ന് ഭാര്യയെ കാണാനില്ലെന്ന് കാട്ടി ഗുരുമൂർത്തി തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് കേസ് അന്വേഷണവുമായി ഇയാൾ സഹകരിക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ കേസ് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലീസിന് ഇയാളെ സംശയം തോന്നി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് താൻ തന്നെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ സമ്മതിക്കുന്നത്.